ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ASB അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ പരീക്ഷ വരികയാണ് അല്ലേ. നമുക്കറിയാം ഈ ഫെബ്രുവരി 22 ഗ്രൂപ്പ് ഡി അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് സയൻസിന് 25 മാർക്കാണല്ലേ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കാം, ഗ്രൂപ്പ് ഡി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു GK വിഷയം എന്ന് നമുക്ക് പറയാൻ കഴിയും സയൻസാണ്. നമുക്കറിയാം 45 മാർക്കാണ് നമുക്ക് നിലവിൽ കൊടുത്തിരിക്കുന്നത്. 45ഓളം മാർക്കുകൾ നിലവിൽ നമുക്ക് GK സയൻസ് വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്നുണ്ട് 25 മാർക്കോളം ആരാണ് GS അല്ലെങ്കിൽ ജനറൽ സയൻസ് ആണെന്ന് എടുത്തു പറയുന്നു അല്ലേ. അപ്പോൾ 25 മാർക്ക് സയൻസ് ആണെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 8 മാർക്കോളം കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രി എന്ന വിഷയത്തിൽ നിന്ന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള മുൻകാല PYQ വിത്ത് മോഡൽ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമ്മുടെ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ASB എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക. ആരംഭിക്കാം. നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ആദ്യ ക്വസ്റ്റ്യൻ മുകളിലേക്ക് ശ്രദ്ധിക്കാം. അക്വാറീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? ഗ്രൂപ്പ് ഡിൻ്റെ പരീക്ഷയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഡിൻ്റെ ഒരു മുൻകാല PYQ നിന്ന് നമുക്ക് ആരംഭിക്കാം. അക്വാറീജിയ എന്ന് പറയുന്ന നമ്മുടെ ഒരു മിശ്രിതമുണ്ട്. അത് ഏതിൻ്റെയൊക്കെ മിശ്രിതമാണ്? ഓപ്ഷൻ എ ചോദിക്കുന്നു, HCl H2SO4 ആണോ, അതോ നൈട്രിക് ആസിഡ് H2SO4 ആണോ, അതോ HCl HNO3 ആണോ, അതോ HNO3 അസറ്റിക് ആസിഡ് ആണോ ചോദിക്കുന്നു. അക്വാറീജിയ എന്ന് പറയുന്നത് ഏതിൻ്റെ മിശ്രിതമാണെന്ന് ചോദിക്കുന്നു. ചാറ്റ് ബോക്സിലേക്ക് ആൻസർ ട്രൈ ചെയ്തേ നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കേരള PSCൻ്റെ പരീക്ഷകളിൽ, SSC പരീക്ഷകളിൽ, RRB പരീക്ഷകളിൽ കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PQ ആണ് അക്വാറീജിയ. നമുക്കറിയാം ഇതൊരു ആസിഡാണ് അല്ലേ. അപ്പോൾ ഇതൊരു SSC RRB പരീക്ഷയുള്ള മുൻകാല ചോദ്യമായിട്ട് തന്നെ കാണാൻ കഴിയും. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം എക്സാം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അക്വാറീജിയ എന്ന് പറയുന്നത് ശരിക്കും ആരോടൊക്കെ മിക്സ് ചെയ്യുന്നത് ഒരു ആസിഡാണ്. എന്താ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഗോൾഡ് ഡിസോൾവിങ് ആസിഡാണ്. സ്വർണ്ണ വിട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ആസിഡ് അല്ലേ. ഗോൾഡ് ഡിസോൾവിങ് അല്ലെങ്കിൽ സ്വർണ്ണ വിട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ഒരു ആസിഡാണ് അക്വാറീജിയ. ശരിയല്ലേ? സ്വർണ്ണ വിട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ഒരു ആസിഡാണ് അക്വാറീജിയ. സ്വർണ്ണ വിട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ഒരു ആസിഡാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനെ മിക്സ് ചെയ്ത് ആരൊക്കെ കൊണ്ടാണ്? കുറച്ച് HCl അതുപോലെ ആരും എടുക്കുന്നുണ്ട്, നൈട്രിക് ആസിഡും കൂടെ പരസ്പരം മിക്സ് ചെയ്യും. ശ്രദ്ധിക്കാം, HCl നൈട്രിക് ആസിഡും പരസ്പരം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടാതെ? HCl നൈട്രിക് ആസിഡും പരസ്പരം മിക്സ് ചെയ്യുക. എങ്ങനെ, ഏത് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണം? HCl എടുക്കേണ്ട അളവ് എത്രയാണ്? 3 ഗ്ലാസ് HCl. ശരിയല്ലേ? 3 ഗ്ലാസ് HClഉം 1 ഗ്ലാസ് നൈട്രിക് ആസിഡും പരസ്പരം മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കണം, 3 ഗ്ലാസ് HClന്റെ അളവ് എപ്പോഴും എത്രയാണ്? 3 ഗ്ലാസ് HCl ആണ്. ശരിയാണോ? 3 ഗ്ലാസ് ആണ്. 3 ഗ്ലാസ് HClഉം അതുപോലെ തന്നെ 1 ഗ്ലാസ് നൈട്രിക് ആസിഡും തമ്മിൽ പരസ്പരം മിക്സ് ചെയ്യും. 3 ഗ്ലാസ് HClഉം 1 ഗ്ലാസ് നൈട്രിക് ആസിഡും പരസ്പരം മിക്സ് ചെയ്യണം, മറക്കരുത്. ശ്രദ്ധിക്കണം, എപ്പോഴും റേഷ്യോ വരുമ്പോൾ 3:1 വരണം. അത് 3:1 എന്ന് പറയുമ്പോൾ നമ്മൾ കാണാതെ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, HClന് നേരെ 3 വരണം. നോക്കുക, ഇപ്പം നമുക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഓപ്ഷൻ തിരിച്ചാണെങ്കിലോ, ഇപ്പോൾ ക്വസ്റ്റ്യൻ മറ്റൊരു ഫോർമാറ്റിൽ ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തിരിച്ചിട്ട് HNO3 വേഴ്സസ്, ശ്രദ്ധിക്കണേ, HNO3 വേഴ്സസ് HCl എന്നാണെങ്കിൽ ആൻസർ നേരെ കൊണ്ട് തിരിയും. 1:3 എന്ന ആൻസർ ആയിരിക്കും. അപ്പോൾ തിരിച്ചു വരാം. ശ്രദ്ധിക്കുക, 2 ഫോർമാറ്റിൽ ആൻസർ വരാം. ഒന്നെങ്കിൽ HCl വേഴ്സസ് HNO3 എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം HNO3 വേഴ്സസ് HCl. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ ആൻസർ 1:3 എന്ന് പരിഗണിക്കുക. തിരിച്ചാണെങ്കിൽ 3:1 എന്ന് പരിഗണിക്കുക. കൃത്യമായി ശ്രദ്ധിക്കുക. ക്ലിയർ കട്ട്. നമ്മുടെ ആൻസറിലേക്ക് വരണം. നമുക്ക് ആൻസർ ശരിക്കും റേഷ്യോ അല്ല ചോദിച്ചിരിക്കുന്നത്, അക്വാറീജിയ ആരുടെയൊക്കെ മിശ്രിതം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി HCl വേഴ്സസ് HNO3. ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പക്ഷേ അവിടെ റേഷ്യോ ആണ് ചോദിച്ചിരുന്നെങ്കിൽ പറയേണ്ട ആൻസർ എത്ര? അത് നിങ്ങൾ ഓപ്ഷൻ നോക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ HCl വേഴ്സസ് HNO3 ആണെങ്കിൽ ആൻസർ 3:1. തിരിച്ചാണെങ്കിലോ HNO3 വേഴ്സസ് HCl ആണെങ്കിലോ 1:3 തീർച്ചയായിട്ടും ആൻസർ കൊടുത്തിരിക്കണം. ആരാ അക്വാറീജിയന്റെ പിതാവും? ആലോചിച്ച് നോക്കിയേ. ഹു വാസ് ദി ഫാദർ ഓഫ് അക്വാറീജിയ? അക്വാറീജിയന്റെ പിതാവ് ആരാണ്? നമ്മുടെ ജാബിർ ബൻ ഹയാൻ. നമുക്കറിയാം പഴയൊരു അറബി സയന്റിസ്റ്റാണ്. അക്വാറീജിയന്റെ പിതാവ് ആരാ? ജാബിർ ബൻ ഹയാൻ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാ. പഠിക്കൂ നിങ്ങൾ. എങ്ങനെയാ ഫാദർ ഓഫ് അക്വാറീജിയ അല്ലെങ്കിൽ അക്വാറീജിയന്റെ പിതാവ് ആരാണ്? ജാബിർ ബൻ ഹയാൻ എന്ന് പറയുന്ന ഒരു അറബി സയന്റിസ്റ്റ് ആണ്. എന്താ അക്വാറീജിയന്റെ പർപ്പസ് എന്ന് പറയുന്നത്? സ്വർണ്ണം ഇട്ടുകൊടുത്താൽ അലിഞ്ഞു പോകുന്ന ലായനിയാണ്.
ഗോൾഡ് ഡിസോൾവ് ലിക്വിഡ്, സ്വർണ്ണം വിട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ലായനിയാണ് ആര്? അക്വ റീജിയ. മറന്നു പോകല്ലേ, സ്വർണ്ണം വിട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ലായനിയാണ് അക്വ റീജിയ. ഒരു ആസിഡാണ്, രണ്ട് ആസിഡുകളുള്ള മിക്സറാണ്. കുറച്ച് HCl-ഉം കുറച്ച് നൈട്രിക് ആസിഡും പരസ്പരം മിക്സ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെ കിട്ടാം? അക്വ റീജിയ എന്ന് പറയുന്ന ആസിഡുകളെ കിട്ടാം. എന്താണ് പർപ്പസ്? സ്വർണ്ണം വിട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന, ലയിച്ചു പോകുന്ന ലായനിയാണ് അക്വ റീജിയ. ഓക്കെയാണേ. ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദിക്കാം, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PQ നമുക്ക് പരിശോധിക്കാം. നോക്കൂ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ്. അപ്പോൾ കാർബൺ ഡേറ്റിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലേ. ശ്രദ്ധിക്കാം, കാർബൺ ഡേറ്റിംഗ് എന്നൊരു പ്രക്രിയയുണ്ട്. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? നമുക്കറിയാം, കാർബൺ ഡേറ്റിംഗ് എന്നൊരു പ്രക്രിയ നമുക്ക് പലപ്പോഴും കേട്ടുപരിചയമുണ്ട്. എന്താ കാർബൺ ഡേറ്റിംഗ് എന്ന പ്രക്രിയ? നമ്മുടെ ഈ ഫോസിലുകളൊക്കെ ഇല്ലേ, ഒരു ശാസ്ത്രീയമായ മെത്തേഡാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയമായ മെത്തേഡാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ അത്? ഒരു സ്ഥലം പോയി കുഴിക്കുന്ന സമയത്ത് ഒരു അസ്ഥികൂടം കിട്ടുന്നു. ഈ അസ്ഥികൂടത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ രീതിയാണ് ശരിക്കും കാർബൺ ഡേറ്റിംഗ്. ഒരു സ്ഥലം പോയി കുഴിക്കുന്ന സമയത്ത് ഒരു അസ്ഥികൂടം കിട്ടുന്നു. ഈ അസ്ഥികൂടത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ രീതിയാണ് ഇത് കാർബൺ ഡേറ്റിംഗ് എന്ന് മറക്കരുത്. ഈ കാർബൺ ഡേറ്റിംഗ് എന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ശരിക്കും C14. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ഒരു സ്ഥലം പോയി നമ്മൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റോ സ്ഥലം പോയി കുഴിക്കുന്നു. അവിടുന്ന് പുരാതനമായ ഒരു അസ്ഥികൂടം കിട്ടാം. പുരാതനമോ പുതിയതോ ഒരു അസ്ഥികൂടം കിട്ടുന്നു. ഈ അസ്ഥികൂടത്തിൻ്റെ പുരാതനമാണോ പുതിയതാണോ എന്ന് അറിയാൻ, അല്ലെങ്കിൽ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ രീതിയാണ് ഇത് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് എന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പിൻ്റെ പേരെന്താ? C14. അപ്പോൾ നമുക്കറിയാം, ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഐസോടോപ്പിന് ശരിക്കും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനേഷൻ എന്താ? അറ്റോമിക് നമ്പറുകൾ ഒരേപോലെ അല്ലേ. അപ്പോൾ സെയിം അറ്റോമിക് നമ്പറുകൾ ഒരേപോലെ വരികയും മാസ് നമ്പറുകൾ വ്യത്യാസം. എങ്ങനെയാണ്? അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന മൂലങ്ങളെ നമുക്ക് എന്ത് വിളിക്കാതെ? ഐസോടോപ്പ് എന്ന് വിളിച്ചൂടെ? അപ്പോൾ അറ്റോമിക് നമ്പറുകൾ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന മൂലങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോടോപ്പ് എന്ന് പറഞ്ഞ് വിളിക്കാം. ക്ലിയറാണ്. അപ്പോൾ ഐസോട്ടോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അറ്റോമിക് നമ്പറുകൾ ഒരേപോലെ വരികയും മാസ് നമ്പറുകൾ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന മൂലങ്ങളെ നമുക്ക് എന്ത് വിളിക്കാതെ? ഐസോട്ടോപ്പ് എന്ന് വിളിക്കാം. ആരാണ്? C14. ക്ലിയർ അല്ലേ? ഇവിടുത്തെ എക്സാമ്പിളായി പരിഗണിക്കേണ്ട ആരാണ്? C14. അതുപോലെ നമുക്ക് കുറേ ഐസോട്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മറ്റൊരു ഐസോട്ടോപ്പിനെ പരിചയപ്പെടുത്താം. I-131. iodine 131 എന്ന് പറയുന്ന മറ്റൊരു ഐസോട്ടോപ്പിൻ്റെ പർപ്പസ് എന്താ? ഇറ്റ്സ് യൂസ്ഡ് ഫോർ നമ്മുടെ ഗോയിറ്റർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. അപ്പോൾ ഗോയിറ്റർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പിൻ്റെ പേരെന്താ? I-131. I-131 ഗോയിറ്റർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ആര്? I-131. അപ്പം ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന മൂലകളെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോട്ടോപ്പ് എന്ന് വിളിക്കാം. വിളിച്ചായിരുന്നോ? റൈറ്റ്. വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത ഒരു PYQ-നെ കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമേ അവതരിപ്പിച്ചു. നോക്കൂ, അതായത് ദ്രവ്യം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചു. ആലോചിക്കാം, ഇതിനെ പല പല പേരുകളിൽ വിളിക്കാം. ഒന്നെങ്കിൽ അറ്റോമിക സിദ്ധാന്തം എന്ന് പറഞ്ഞ് വിളിക്കാം, അതല്ലെങ്കിൽ ആധുനിക അറ്റോമിക സിദ്ധാന്തം എന്ന് വിളിക്കാറുണ്ടേ, മറന്നു പോകരുത്. അല്ലെങ്കിൽ മറ്റൊരു വിളിപ്പേരുണ്ട്, ആധുനിക അറ്റോമിക സിദ്ധാന്തം എന്നും പറഞ്ഞ് വിളിക്കാറുണ്ട് അല്ലേ, അങ്ങനെയും വിളിക്കാം. അപ്പം ദ്രവ്യത്തിൻ്റെ അറ്റോമിക് സിദ്ധാന്തം അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ആധുനിക അങ്ങനെയും വിളിക്കാറുണ്ടേ, മറക്കല്ലേ. ആധുനിക അറ്റോമിക് സിദ്ധാന്തം എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിപ്പേര്? ആധുനിക അറ്റോമിക് സിദ്ധാന്തം എന്ന് വിളിക്കാറുണ്ട് ഇയാളെ, അല്ലെങ്കിൽ ആരെ? കൺസെപ്റ്റിനെ. അപ്പോൾ നോക്കൂ, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മോഡേൺ, ഇംഗ്ലീഷിൽ എന്ത് വിളിക്കാം? മോഡേൺ അറ്റോമിക് തിയറി എന്ന് വിളിച്ചൂടെ? തീർച്ചയായിട്ടും വിളിപ്പേരെന്താ? മോഡേൺ അറ്റോമിക് തിയറി. അപ്പോൾ ആലോചിച്ചേ, മോഡേൺ അറ്റോമിക് തിയറി അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ആധുനിക അറ്റോമിക് സിദ്ധാന്തം. ആരാ പിതാവ്? ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ആധുനിക അറ്റോമിക് സിദ്ധാന്തം അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ജോൺ ഡാൾട്ടൺ തിയറി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പിതാവാണ് ജോൺ ഡാൾട്ടൺ. അതുപോലെ തന്നെ ബാക്കി ഓപ്ഷനിൽ മൂന്ന് ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എയിൽ നമുക്ക് ആരുണ്ട്? റൂദർഫോർഡ്. എന്താ ഈ റൂദർഫോർഡിൻ്റെ കോൺട്രിബ്യൂഷൻ? ഞാനൊന്ന് എഴുതിക്കോട്ടെ, ഞാനവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട് എഴുതാൻ. ഇപ്പോൾ റൂദർഫോർഡിൻ്റെ ഒരു ആറ്റവുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷൻ പറഞ്ഞേ. എന്താ സയൻറ്റിസ്റ്റിൻ്റെ പേര്? നമുക്ക് ഏണസ്റ്റ് റൂദർഫോർഡ് ആണെന്നേ. റൂദർഫോർഡിൻ്റെ ആറ്റവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താ? ചുമ്മാ ആലോചിച്ചിട്ട് പറഞ്ഞേ. റൂദർഫോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? നമുക്കറിയാം, ആറ്റത്തിൻ്റെ ആദ്യ സോളാർ മോഡൽ അല്ലേ. ആറ്റവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് സോളാർ മോഡൽ, ആറ്റത്തിൻ്റെ ആദ്യ സോളാർ മോഡൽ, ശരിയല്ലേ? ആറ്റത്തിൻ്റെ ആദ്യ സോളാർ മോഡൽ കൊണ്ടുവന്ന ആരാ? റൂദർഫോർഡാണ്. ഏതാ വർഷം? 1911. എന്നാൽ ആറ്റവുമായി ബന്ധപ്പെട്ട സെക്കൻഡ് സോളാർ മോഡൽ, രണ്ടാമത്തെ സോളാർ മോഡൽ കൊണ്ടുവന്ന ആരാ? അത് നീൽസ് ബോർ ആണ്. എപ്പോഴാ വർഷം? 1913 അല്ലേ.
അപ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ട ആദ്യ സോളാർ മോഡൽ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് തുല്യമാണ്. ഒരു ആറ്റത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് ആദ്യമായി നമ്മുടെ അടുത്ത് പറഞ്ഞു ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. എന്നാൽ ആറ്റത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് രണ്ടാമതായി നമ്മുടെ അടുത്ത് പറഞ്ഞു ആരാ? നീൽസ് ബോർ. സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം. ശരിയല്ലേ? സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം ഒരു ആറ്റത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് രണ്ടാമതായി നമ്മുടെ അടുത്ത് പറഞ്ഞു ആരാ? നീൽസ് ബോർ ആണ്. 911 റൂദർഫോർഡ് ആറ്റത്തിൻ്റെ ആദ്യ സോളാർ മോഡൽ കൊണ്ടുവന്നപ്പോൾ 913 നീൽസ് ബോർ ആറ്റത്തിൻ്റെ സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ഒരു 1898 എങ്ങനെയാണ്? 1898 മറ്റൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായ 98 സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? 98 സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? ആലോചിച്ചു നിങ്ങൾ. ജെ തോംസൺ. 1898 സയൻറ്റിസ്റ്റിൻ്റെ പേരെന്തായിരുന്നു? ജെ തോംസൺ ആയിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് നോക്കി നിങ്ങൾ. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? ജെ തോംസൺ എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ശരിക്കും ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. കൺസെപ്റ്റിൻ്റെ പേരെന്തായിരുന്നു? നമുക്കറിയാം. സോളാർ മോഡൽ അല്ല, നമ്മുടെ തണ്ണിമത്തൻ മാതൃക, വാട്ടർ മെലോൺ മോഡൽ അല്ലേ? എന്താ അതിൻ്റെ വിളിപ്പേര്? ഒന്നെങ്കിൽ വിളിപ്പേര് കൊടുക്കാം വാട്ടർ മെലോൺ മോഡൽ, അതല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക എന്ന് കൊടുത്തു. തീർച്ചയായിട്ടും വിളിപ്പേരെന്താ? വാട്ടർ മെലോൺ മോഡൽ. അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? തണ്ണിമത്തൻ മാതൃക. ശരിയല്ലേ? വാട്ടർ മെലോൺ മോഡൽ, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? തണ്ണിമത്തൻ മാതൃക. കൊടുക്കൂ നിങ്ങൾ. അപ്പോൾ ഒന്നുകിൽ വാട്ടർ മെലോൺ മോഡൽ എന്ന് വിളിക്കാം, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? തണ്ണിമത്തൻ മാതൃക എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ എന്ന് കൊടുത്തു. എന്താ വിളിപ്പേര്? റൈസിൻ പുഡിംഗ് മോഡൽ. കിട്ടിയായിരുന്നോ? റൈസിൻ പുഡിംഗ് മോഡൽ കിട്ടിയായിരുന്നോ? റൈസിൻ പുഡിംഗ് മോഡൽ എന്ന് കൊടുത്തുകൂടെ? തീർച്ചയായിട്ടും റൈസിൻ പുഡിംഗ് മോഡൽ. ക്ലിയർ അല്ലേ? റൈസിൻ പുഡിംഗ് മോഡൽ. അല്ലെങ്കിൽ പ്ലം പുഡിംഗ് എന്ന് കൊടുക്കാനേ. അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? പ്ലം പുഡിംഗ് എന്ന് കൊടുക്കാം. അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? പ്ലം പുഡിംഗ്. ശരിയല്ലേ? പ്ലം പുഡിംഗ്. അപ്പോൾ നമുക്ക് 1898 ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒന്നുകിൽ വിളിപ്പേര് വാട്ടർ മെലോൺ മോഡൽ, അതുമല്ലെങ്കിൽ വിളിപ്പേര് തണ്ണിമത്തൻ മാതൃക, അതുമല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ എന്ന മോഡൽ കൊണ്ടുവന്നു. എന്താ വിളിപ്പേര്? റൈസിൻ പുഡിംഗ് മോഡൽ. ക്ലിയർ കാട്ട്. എഴുതി മാറ്റിയായിരുന്നു നിങ്ങൾ. 911 സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ ആദ്യ സോളാർ മോഡൽ. 13 നീൽസ് ബോർ. സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം. 98 ജെ തോംസൺ ആണ്. വാട്ടർ മെലോൺ മോഡൽ അല്ലെങ്കിൽ വിളിപ്പേരെന്താ? തണ്ണിമത്തൻ മാതൃക, അതല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ, അതുമല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ കൊണ്ടുവന്നു. വർഷം വേണം, സയൻറ്റിസ്റ്റിൻ്റെ പേര് വേണം, മോഡലിൻ്റെ പേരും വേണം. ക്ലിയർ കട്ടല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു അല്ലേ? ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഓപ്ഷനിലുള്ള റൂദർഫോർഡിനെ കുറിച്ചും ജെ തോംസനെ കുറിച്ചും നീൽസ് ബോറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന സംയുക്തം അല്ലേ? ശ്രദ്ധിക്കാം. അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന സംയുക്തങ്ങളുടെ പേരെന്താ? നമുക്കറിയാം അസ്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലുകളിലും എല്ലുകളിലും, ശ്രദ്ധിക്കണം, നമ്മുടെ പല്ലുകളിലും എല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാരാം. എങ്ങനെയാണ്? ഞാൻ ഇങ്ങോട്ട് എഴുതാം. നമ്മുടെ പല്ലുകളിലും എല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാരാ കാൽഷ്യം. നമ്മുടെ പല്ലുകളിലും എല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാരാണ്? കാൽഷ്യമാണ്. പല്ലുകളിലും എല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാരാം? കാൽഷ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാരാ കാൽഷ്യം. എങ്ങനെയാണ്? നമ്മുടെ പല്ലുകളിലും എല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തം കാൽഷ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹമാരാ കാൽഷ്യം. എങ്ങനെയാ? പല്ലുകളിലും എല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തം കാൽഷ്യം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാരാ കാൽഷ്യം. ശരിയല്ലേ? പല്ലുകളിലും എല്ലുകളിലും ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തം കാൽഷ്യം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാരാണ് കാൽഷ്യം. ശരിയല്ലേ? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സംയുക്തമാരാണ് കാൽഷ്യം. അപ്പോൾ നമുക്കറിയാം ഈ അസ്ഥികൾക്ക് ശരിക്കും ക്വസ്റ്റ്യൻ എന്താ? അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന അസ്ഥികൾക്ക് എങ്ങനെയാണ്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കാൻ പറ്റിയ സംയുക്തം ഏതാ? കാൽഷ്യത്തിൻ്റെ ഫോസ്ഫേറ്റ് സംയുക്തമാണ്. ശ്രദ്ധിക്കാം, സോഡിയം അല്ല. സോഡിയം അസ്ഥിയുമായിട്ട് ബന്ധമൊന്നും ഡയറക്റ്റ്ലി വരുന്നില്ല. കാരണം സോഡിയം നമുക്ക് രക്തവുമായിട്ടാണ് ബന്ധം. കാരണം നമ്മുടെ ശരീരത്തിലെ ബി പി അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂട്ടാൻ സഹായിക്കുന്ന ലോഹമാണ് സോഡിയം. ഇത് അസ്ഥിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അസ്ഥിയുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കാൽഷ്യവുമായി ബന്ധപ്പെട്ട്, അസ്ഥി എന്ന് പറയുമ്പോഴേ കാൽഷ്യമാണ് നമുക്ക് വരേണ്ടത്. ഇനി അസ്ഥികൾക്ക് കാഠിന്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓപ്ഷനിൽ കാൽഷ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് കോമ്പൗണ്ടേ ഉള്ളൂ. ഇതൊന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അടുത്തേതാ? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻ സി തന്നെ കൊടുക്കാൻ കഴിയും. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. നമ്മുടെ പല്ലുകളിലും എല്ലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കാൽഷ്യം സംയുക്തം വരാം. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. കാൽഷ്യം ഫോസ്ഫേറ്റ്. ക്ലിയർ ആയിട്ടുണ്ടോ? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ കട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളാണ്. നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷകളിലെയും SSC പരീക്ഷകളിലൊക്കെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ മലയാളത്തിനും ഇംഗ്ലീഷിനും ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും. ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ ആൻസറുകൾ നമുക്ക് വേണം. ആൻസർ മാത്രം മതിയോ? പോരാ. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ. എങ്ങനെയാണ് ഞാൻ ആ ആൻസറിലേക്ക് എത്തിച്ചേർന്ന് നമുക്ക് വേണം. അതിനെന്ത് പഠിക്കണം? തിയറി വിശാലമായി പഠിച്ചല്ലേ പറ്റൂ. തീർച്ചയായിട്ടും
അപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് മാത്രം കൊണ്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ വർക്കൗട്ട് വിത്ത് അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്റ്റുകളും തിയറികളും കൃത്യമായി നമുക്ക് ആവശ്യമുണ്ട്. ഇവയെല്ലാം ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡി ബാച്ചുകൾ നിലവിൽ അതിശക്തമായ രീതിയിൽ അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഫെബ്രുവരി 22 അവസാനിക്കുക, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇനി അയക്കാത്തവർ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചുകൾ നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാച്ചുകളിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ അതിഫാസ്റ്റ് ആക്കുക. എക്സാം ഡേറ്റ് അനൗൺസ് ആയിട്ടില്ല, പക്ഷേ നമുക്കറിയാം എക്സാം ആദ്യമായി പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇതുവരെ ഒരു എക്സാം പ്രോപ്പറായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥികളിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഇതുപോലെയുള്ള അതായത് നമ്മൾ കൃത്യമായി വരുന്ന ദിവസങ്ങളിൽ PYQൻ്റെ എല്ലാ വിഷയങ്ങളിലെ സീരീസുകൾ, അതായത് ഓരോ വിഷയങ്ങളിലെ മുൻകാലം, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലെയും കൃത്യമായിട്ടുള്ള മുൻകാല ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട് ഡിസ്കഷനും നമുക്ക് കൃത്യമായിട്ടുണ്ടാവും. അതെല്ലാം കൃത്യമായി കണ്ടു നോക്കുക. ചോദ്യങ്ങൾക്ക് ആൻസർ അറിയാവുന്ന ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ശേഷം തീർച്ചയായിട്ടും ബാച്ചിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ നിലവിലെ ഫീസ് 1499 ആണ്. നിലവിലെ ഫീസ് 1499 ആണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. Arun20 എന്നൊരു കോഡ് കൃത്യമായി യൂസ് ചെയ്യുക കേട്ടോ. Arun20 എന്നൊരു കോഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ഡിസ്കൗണ്ട് കൂപ്പൺ ചോദിക്കുന്ന സമയത്ത് Arun20 എന്നൊരു കോഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോൺടാക്ട് നമ്പർ, എന്തെങ്കിലും നമ്മുടെ ബാച്ചിനെ പറ്റിയോ മറ്റേതെങ്കിലും ബാച്ചുകളെ പറ്റിയോ കേരളത്തിൽ ഏതെങ്കിലും ഒരു എക്സാമിനെ പറ്റിയോ എന്തെങ്കിലും ആശയക്കുഴപ്പമോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, ഈ വീഡിയോയിൽ നമ്പർ കാണിക്കുന്നുണ്ട്. 9265106769 നമ്പറുണ്ട്. നമ്മുടെ ഒരു പോസ്റ്ററിലുള്ള നമ്പറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായി നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഗ്രൂപ്പ് ഡി പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ശമ്പളം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് ഗ്രൂപ്പ് ഡി. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.